അമ്മേ നാരായണ, ദേവി നാരായണ. ഇന്ന് ഞങ്ങളുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പാറശ്ശേരിയിലെ അനിയൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ശ്രീ കൃഷ്ണനുണ്ണി മാസ്റ്ററുടെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീരുദ്രം എന്ന വീട്ടിൽ വരച്ചതും വരച്ചുകൊണ്ടിരിക്കുന്നതുമായ ദേവീദേവന്മാരുടെയും മറ്റും തന്മയത്വമാർന്ന ജീവനുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. കൃഷ്ണനുണ്ണി മാസ്റ്റർ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ചിത്രകാരൻ, അഭിനേതാവ്, ഭക്തിഗാന ഗായകൻ എന്നിങ്ങനെയുള്ള പല നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി അല്പനേരം നമുക്ക് ചെലവഴിക്കാം. അദ്ദേഹത്തിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു. ക്ഷേത്ര പരിപാടികളുടെ ബാഹുല്യ നിമിത്തം അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ല. ഇന്നാണ് അതിന് ഒരു സന്ദർഭമുണ്ടായത്. നമുക്ക് ആ അവസരം ഭംഗിയായി വിനിയോഗിക്കാം. വരൂ, അദ്ദേഹത്തിൻ്റെ വസതിയായ ശ്രീരുദ്രത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരകൾ നമ്മെ സ്വാഗതം ചെയ്യുന്നു. കാണാം. ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങൾ വിളിക്കുന്ന അനിയൻ മാസ്റ്റർ, അനിയൻ പാറശ്ശേരി മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. വൃത്തിയായി സൂക്ഷിച്ച വീടിൻ്റെ പല മുറികളിലും വിവിധ ചിത്രങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ചിത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക്. ഒരു പ്രതിമയുണ്ട് പേജിൽ. ഇതിനൊരു ഓർഡർ ഉണ്ടോന്ന് കിരാത സൂനു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വരദേവതയും കൂടിയാണ്. ഇത് വരച്ചെന്ന് വെച്ചാൽ ഇതിലൂടെ സഹസ്രനാമം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. കിരാത സൂനു സഹസ്രനാമം രണ്ടെന്ന് കിട്ടി. അപ്പം അതിൽ കുറേ കൈകളിൽ 1000 കൈകളെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിലത്തെ 10 കൈ സെലക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ വേണ്ടി നോക്കിയിട്ട് അങ്ങനെ ഒരു പുതിയ ചിത്രം ചെയ്താൽ എൻ്റെ സ്വന്തം ഐഡിയയിൽ ചെയ്തതാണ്. സാധാരണ 2 കൈ ഉണ്ടാവാറുള്ളൂ. ഇത് ഞാൻ എക്സ്ട്രാ കൈ കൊടുത്തിട്ട് ഈ ശംഖ്, ശരം, ചിന്മുദ്ര, പാശം, പിന്നെ ചക്രം, ശൂലം, കരിമ്പ്, ഈ തോട്ടി, അങ്ങനെ പിന്നെ ചോട്ടിലൊരു പാമ്പ് വരച്ചിട്ടുണ്ട്. അത് ശിവൻ്റെ അംശമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നെറ്റിയിൽ 2 കുറി വരും. ശൈവവും വൈഷ്ണവവും കൂടി ചേർന്നിട്ടാണ് കിരാതമൂർത്തികളുടെ പ്രത്യേകത പറഞ്ഞത്. പറഞ്ഞാൽ ആദ്യം ശൈവമാണ്, ശിവൻ്റെ പുത്രനായിട്ടാണ് വരിക. അതിൽ അതുകൊണ്ട് വെള്ള ഭസ്മത്തിൻ്റെ കുറി. ഗോപി വന്നത് വൈഷ്ണവ ഇതാകൊണ്ട് വിഷ്ണുവിൻ്റെയാണ് ചുരുക്കിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു കഥ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ട് 2 ശക്തിയും കൂടിയുള്ള ആളാണ് കിരാതസൂന് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് പ്രത്യേകതയാണ്, കുറച്ച് നല്ല എന്താ പറയുക ശക്തിയുള്ള വെളിപ്പെടുത്തുന്നൊക്കെ പറയില്ലേ, എന്നമാരുള്ളൊരു ദൈവം കൂടിയാണ്. ശരി. സഹോദൈ അഭ്യർച്ചിതോ ഭീഷ്മമുഖൈ മുകുന്ദ
സൗഭാഗ്യദാൻ സാധനമാത്മവൃഷ്ടി സംപ്രേക്ഷ ജൈവം ധൃതരാഷ്ട്രമൂജേ. ഇത് നരസിംഹമൂർത്തി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് വരയ്ക്കാൻ എങ്ങനെ വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു നടക്കിൽ നേരെ വലിയൊരു പടം വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സീതാറാം, അദ്ദേഹത്തിന് ഞാൻ കാണുന്നുണ്ടായിട്ടുണ്ട് പാലക്കാട് വന്നിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അന്ന് തൊട്ടുള്ള മോഹമാണ് ഈ ചിത്രം വരയ്ക്കണമെന്ന്. അങ്ങനെ അത് അതിൽ വരച്ചാണ്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതിൽ ഹിരണ്യകശിപു ഇങ്ങനെയില്ല, അത് ഹിരണ്യകശിപു തല അങ്ങോട്ടായിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക്. പിന്നെ അത് മാറ്റിയിട്ട് എൻ്റെ ഐഡിയയിലൊന്ന് ചെയ്താണ് ഞാൻ. ശരി, 16 കഴിയും അങ്ങനെ എന്തല്ലേ തോന്നുന്നു. ശരി ഇട്ടിട്ട് 16 ശരി, നന്നായി. ഇത് ദുഷ്യന്തൻ ശകുന്തള ഞാൻ ചെയ്തതാണ്. അതുപോലത്തെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ രസിക്കുന്ന മാതിരിയുള്ളൊരു ചിത്രം. നല്ല അഭിപ്രായമാണ്. ബാംഗ്ലൂരാണെങ്കിൽ വേഗം പോയിരുന്നത്, മാഷ് ഇങ്ങനെ ഇരിക്കില്ല എന്നൊക്കെ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് 2 ആൾക്കാർ അഭിപ്രായം പറയണ്ടായി. പക്ഷേ നമ്മുടെ നാട്ടിലിത് ചാർജിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ അത്ര പണിയെടുക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ചിലവർക്ക് അതിലൊരു താല്പര്യക്കുറവ് നല്ലോണം വരും. പൈസയുടെ കാര്യം പറയുമ്പോൾ തുറന്ന് പറയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. അത് ശരി, ഓക്കെ. എന്തായാലും ഇതിപ്പോൾ ഇതൊക്കെ ഓയിൽ അല്ലേ? ഈ നരസിംഹവും മറ്റേ ഇതൊക്കെ കൊടുക്കാൻ ആരെങ്കിലും അതും കൂടി ഒരു കാര്യം ചെയ്യും. നരസിംഹത്തെ ഏതെങ്കിലും അമ്പലങ്ങളിലോ. പക്ഷെ അതിന് റേറ്റ് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ എന്താ റേറ്റ് ഇട്ടിരിക്കുന്നത് ചുരുങ്ങിയത് 35-40 രൂപ ഫ്രെയിമാണ്. ഫ്രെയിം ഇല്ലാണ്ട് അപ്പോൾ അത് പറഞ്ഞു. ഫ്രെയിമാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു 4 രൂപയോളം ഫ്രെയിമിന് തന്നെയാവും. നല്ല ഫ്രെയിം ഇടുകയാണെങ്കിൽ സാധാ ഫ്രെയിം വാങ്ങിയിടാൻ പോരാ, ഇതിന് മതിയാവില്ല, മരത്തിനുണ്ടാക്കണം. അപ്പോൾ അത് മേടിച്ചിട്ടാണ് കാരണം ഫ്രെയിം ഇടാണ്ട് വെച്ചിരിക്കുന്നതും. ഫ്രെയിം ഇടാണ്ട് കാണിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ഇത് കൊടുക്കാനുള്ളതാണ് നരസിംഹം. പിന്നെ ഇതും എല്ലാം ഇത് നമ്മൾ കണ്ടില്ല, കണ്ടു ആദ്യം കണ്ടില്ല. ഇത് ദാങ്കൽ ആർട്ട് എന്ന് പറയും, അങ്ങനെയാണ് പേര്. ഈ നമ്മുടെ ശിവാൻപലരിയില്ലേ, അതിൽ നിന്ന് ഉൾക്കൊണ്ടൊരു ചിത്രപ്പാടാണ്. ശിവനും ശക്തിയും കൂടി ചേർന്നത് പടത്തിൽ. ശിവനുണ്ട് ശക്തി, ശിവൻ ഇത് ശക്തി, ഇത് നമ്മളെ മനസ്സും നമ്മുടെ ദേഹത്തിലുള്ള എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഭാഗം. അങ്ങനെ ചിത്രം ചെയ്തതാണ്. ശിവശക്തിയായുക്തോ യതിഭവതി ശക്തിപ്രഭവിതം തുടങ്ങിയിട്ടുള്ള ശിവസഹസ്രനാമത്തിലോ അല്ലേ? അല്ല, ശിവസ്തുതി ഏതോ നിലക്ക് ശിവാന്തലഹരി അല്ല, അതോ സൗന്ദര്യം എഴുതിയത് ശിവശക്തിയായുക്തോ ഉണ്ട്. അതിലത്തെ ഒരു പടം രണ്ടും കൂടി ശങ്കരാചാര്യ രണ്ടാമത് എഴുതിയത് ആദ്യത്തെ വിട്ടിട്ട്. അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ, കേട്ടില്ലേ? ശിവന്റെ ആദ്യം ശിവാനന്ദലഹരി എഴുതി, അത് എഴുതിയിട്ട് മൂകാംബിക അടിക്കുമ്പോഴാണ് എന്തോ പെട്ടെന്ന് പറയുമ്പോൾ മൂകാംബിയെ പറ്റി ഒന്നും സൂചിച്ചില്ല, ദേവിയെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഇനി മൂകാംബിക പരീക്ഷിക്കാൻ വരുന്നു, പെട്ടെന്ന് വയ്യാണ്ടാവുകയാണ്. അപ്പോൾ ശിവനുണ്ടല്ലോ, എന്താ നോക്കില്ലേ, ശക്തി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെയാണ് മനസ്സിലാവുന്നത് ഭഗവതിയാണ് വന്നതെന്നും. അപ്പോൾ അവിടെ നിന്നൊരു ചെയ്യുന്ന എഴുതി ആണത്ര ഈ സൗന്ദര്യലഹരി. അത് 2 കഥ കണ്ട് കുറേ അത് എനിക്കത് മുഴുവൻ കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് വരുന്നില്ല. ശരി, ഓക്കെ, ശരി. അങ്ങനെ ഇതിൻ്റെ ഒന്നും കൂടി ഉണ്ട്. അതേ സെയിം സാധനം നമ്മുടെ എന്താ ഇത് ഞാൻ 75 ചെയ്ത സുഹൃത്ത് പഠിക്കുന്ന കാലത്ത്. ഇത് പാത്ത് ഓഫ് ട്രൂത്ത്, സത്യത്തിലേക്കുള്ള വഴി പണ്ടിട്ടുള്ളത്. അതായത് മനസ്സ്,
ഇത് പിന്നെ നമുക്ക് അടഞ്ഞൊരു പ്രദേശം, ഇത് ആകാശം, ഭൂമി, അതിലുള്ള പച്ചയ്ക്ക് നമ്മളെന്താ പറയുക, നമ്മളെ പ്രകൃതി, അതൊന്നും നമ്മൾ ധ്യാനം മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചാൽ മാത്രമേ, ആദ്യം നിയന്ത്രിക്കാൻ കുറച്ച് പണിയുണ്ടായിരിക്കും എന്നുള്ള കാണിക്കാൻ ഇത് വരച്ചു. പിന്നെ ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി അത് നേരമായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗലോകം. നമ്മൾ വിചാരിച്ച വരും മൂലാധാരയെന്നില്ലേ, കിമവി മണിപൂരമുള്ള ശ്ലോകത്തിൻ്റെ ഏകദേശം അത്രയും എന്താണ് മൂലാധാരത്തിൽ തുടങ്ങിയിട്ടുള്ള പാമ്പിനെ സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു സാധനം സഹസ്രാരം പറഞ്ഞത് അതിനാണ് ഇത് വരച്ചത്. വിഷ്ണുപാദം കാണിച്ചു മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല ഇതൊക്കെ ശരിക്കും നമ്മുടെ കുട്ടികളേക്ക് പഠിപ്പിക്കണം. പഠിപ്പിക്കാൻ പറ്റുന്ന പഠിക്കുകയും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇത് കളർ കുറച്ച് മാറ്റമുണ്ട്. ഇത് നീലയാണ്. മേഘവർണ്ണം പറയില്ലേ, പഠിക്കുമ്പോൾ വെറുതെ ഒരു പെൻസിൽ ഇട്ടിരുന്നു. പിന്നെ അതിനൊരു എക്സിബിഷൻ വെച്ചു പാലക്കാട്. അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ പെയിൻ്റ് ആക്കി എടുത്തതാണ്. പക്ഷെ ഇത് കുറച്ചായതുകൊണ്ട് ഇപ്പോൾ ലേശം ഇങ്ങനെ വെച്ചുകൊണ്ടേ ഈ വാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. റീപെയിൻറ്റ് വേണ്ടത് തോന്നുന്നില്ല. വെറുതെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതാണ്. ഇത് വെറുതെ നമുക്ക് വേസ്റ്റ് കുറച്ച് ഇതായിട്ടുള്ള ക്യാൻവാസ് കിട്ടുമ്പോൾ ഒരൈഡിയ തോന്നണം ചെയ്യുന്നതാണ്. ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊരു ദൂരക്കാഴ്ച വേണ്ടതാണ്. ദൂരക്കാഴ്ചയാണ് അല്ലേ? അതാണ് അത്. ക്ലോസപ്പ് അത്ര സുഖാവില്ല. എന്നോട് മറ്റേ രാമനമ്പ്രാന്തിരി ഡ്രോയിങ് മാഷ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഡ്രോയിങ് ഉണ്ട്, ദൂരത്തുനിന്ന് നോക്കേണ്ട ഒരു ഇത്. അന്നാണ് ഞാൻ ഇതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡെപ്ത് അറിയണമെങ്കിൽ വിട്ടു നിൽക്കണം. ഇത് ഇവിടെ എങ്ങനെയാണ്, ഇതിവിടെ മല കുറച്ച് ദൂരം, അങ്ങനെ ദൂരം എത്രത്തോളം നമുക്ക് ഡെപ്ത് വരുന്നുണ്ടോ അതാണ് ചിത്രകലയുടെ ഭംഗി. അത് ശരി. ശരി. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു പ്രകൃതി എന്നുള്ള നിലയ്ക്ക് വരച്ച. ഇത് ഓയിൽ തന്നെയല്ലേ? ഇത് ഓയിൽ പെയിന്റ്. നല്ല ഒരു ഫോട്ടോഗ്രാഫിക് എഫക്റ്റ് ഉണ്ട്. കുറച്ച് ഇരുന്നിട്ട് ലേശം ഒരു മങ്ങൽ പറ്റിയൊരു സംശയം എനിക്ക്. വാർണിഷ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഓ ശരി. ഇത് ഗണപതി ഒരു കോപ്പിയാട്ടോ, ഇത് കോപ്പിയാണ്. ഓയിൽ തന്നെ. അതിൽ അതെന്താ ഒപ്പാണോ? എന്താണ് ആ അടിയിലുള്ളത്? അതെ അല്ലേ? ഇതിലെ ഇത് ഗണപതി, ഇതാണ് ഒപ്പ്. 5/1/16 അല്ലേ? കുറച്ചായി. യെസ്, 2016 വരച്ചത്. ശരി, ഓക്കെ. ഇത് ലാൻഡ്സ്കേപ്പ് വാട്ടർ കളർ. അത് വാട്ടർ കളറാണ്. എല്ലാറ്റിലും ഡേറ്റ് ഇട്ടുണ്ടോ? ഒരു ഇതും ഇല്ലണ്ടാവും. ഇത് 16 തന്നെ. 16 അല്ല, അതെന്താ പറയുക, അത് പുതുക്കിയതാണോ സംശയിക്കത്. അത് ശരി. ശരി. ഇത് പറഞ്ഞ പോലെ ദൂരത്തിന് ഇതിൻ്റെ കാഴ്ച കൂടുതൽ കിട്ടും. അടുത്തുനിന്ന് ഈ ദൂരം അറിയണേ ഇതൊരു വഴിമേലേക്ക് തോന്നും. ഇപ്പൊ കുറച്ച് ഡള്ളായതാണ് പെയിന്റ്. ഈ പെയിന്റ് കുറച്ചാണ്. ഇപ്പോൾ ഏകദേശം ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ, ഒരു ക്യാൻവാസിൽ ഈ ചിത്രം വരയ്ക്കാൻ എത്ര സമയം എടുക്കും? അതിന് വല്ല അങ്ങനെ വല്ല സമയം കിട്ടും. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. 3 കോട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത് 3 കോട്ട് ചെയ്യും. അപ്പോൾ ഓരോ കോട്ടിനും ഒരു സാവകാശം വേണം ഉണങ്ങുക. പിന്നെ അല്ല, വരയ്ക്കാൻ വേണ്ടി മാത്രം എത്ര സമയം എടുക്കും? വരയ്ക്കാൻ വേണ്ടി തന്നെ കഷ്ടി ഒരു ചുരുങ്ങിയത് 15 ദിവസം. ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസം എടുക്കും വേണം. എന്നാലേ നമുക്കത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ, ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. അല്ലെങ്കിൽ കുറച്ച് ഓടിച്ച് ചെയ്യാം, 1 മണിക്കൂർ 2 മണിക്കൂർ ചെയ്യാം. പക്ഷെ അത് വിചാരിച്ചമാതിരി വരില്ല. അതെ. ഈ പറഞ്ഞ വരികയാണ് വെള്ളച്ചാട്ടം ഇവിടെയാണ്. ഇത് നെക്സ്റ്റ് വേറെ ഉയരത്തിൽ വന്നു, പിന്നെ മല വന്നു. ആ ഒരു ദൂരം വെച്ചിട്ട് വേണം ഇതിനെ കാണാൻ. ശരി, ഓക്കെ, ശരി.
മനോരാജ്യത്തിൽ വന്നൊരു കവർ പേജ്, അതിൻ്റെ ഒരു ചിത്രം മോഹം കൊണ്ട് വെച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള കാലത്ത്, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മാസികയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടറാക്കി എടുത്താണ്. എൻ്റെ ഭംഗിയുള്ളൊരു പോസും അല്ലേ ചെയ്യുന്ന. അതെ, ശരി. പറയൂ. 1900 സംതിങ് ആ സമയത്ത് ചെയ്തതാണ്. കുറച്ച് പഴതായി. പിന്നെ അത് കഴിഞ്ഞ ശേഷം 2000 ആയിട്ട് കുറച്ച് പഴയതാണ്. കുറച്ച് പഴതായി. 2000-ന് മുമ്പ് ചെയ്താണ്. ചെയ്താണ്. അപ്പോൾ എന്തായാലും ഒരു 25 വർഷത്തിനപ്പുറം ഉണ്ടാവും അല്ലേ ചെയ്താണ്. വെച്ചുകൊണ്ടുള്ള പണിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ വേറെ തരം ലാൻഡ്സ്കേപ്പ്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ചെറിയ പടം വന്നിരുന്നു. അതിന് ഞാൻ കുറച്ച് എൻ്റെ ഡെവലപ്പ് ചെയ്തിട്ട് എടുത്ത ഒരു പടമാണ്. ഓഹോ, അത് ശരി. ഓക്കെ. ന്യൂസ് പേപ്പറിൽ പിന്നെ വീട്ടിൽ പുഴയുടെ വക്കത്ത് ഒരു 2 ആൾക്കാർ നിൽക്കുന്നതും ഉച്ച കഴിഞ്ഞിട്ടില്ല. അതിലും പഴമാണ്. എനിക്ക് കുറേ ഉണ്ട്. 1980 കഴിഞ്ഞിട്ട് 88 ചെയ്ത ഇത് പഴുത, കുറച്ച് പഴുത ഡേറ്റ് കാണാൻ പോയിട്ടുണ്ട്. കാടാമ്പുഴ ഇതുകൊണ്ട് ചെയ്തു. ശരി. ഇത് അർജുനനും സുഭദ്രയാണ്. ഇതിലിപ്പോൾ ഇത് അർജുനനാണെന്ന് മനസ്സിലാക്കാൻ എന്താണ് വഴി? അങ്ങനെ മനസ്സിലാക്കില്ല എല്ലാവർക്കും പെട്ടെന്ന്. എന്തെങ്കിലും ചില അടയാളങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, വേഷം മാറി പോകില്ലേ? വേഷം മാറി പോകുന്നു. സമുദ്രകൃഷ്ണന്റെ അതറിയാം, കഥ നമുക്കറിയാം. പക്ഷേ ഈ അർജുനനാണെന്ന് അറിയാനുള്ള വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്ന പറയണ വരും അല്ലേ? അതെ. പിന്നെ കടത്തറ ഇല്ല, അത് പറഞ്ഞേ അറിയുള്ളൂ. കണ്ടിട്ട് മറ്റു പടങ്ങളൊക്കെ അങ്ങനെയാണ്. ഇത് ഇവിടെ എക്സിബിഷൻ വന്നപ്പോൾ ചെയ്തതാണ്. എങ്ങനെയാ വെച്ചാൽ എക്സിബിഷൻ്റെ പേരിട്ട് ഞാനല്ല, വേറൊരാള് നമ്മുടെ ഇവരുടെ വൈഫിൻ്റെ എഴുത്തൊരു മകനെ പെയിന്റിട്ട് അത് പേരിട്ടത്. അതെന്താണ്, മരണവും സോൾ പറയില്ലേ, സോൾ ആത്മാവ്. അപ്പം അതിന് ഒരാൾ സംശയം ചോദിച്ചു, ആത്മാവിന് വർണ്ണമില്ലല്ലോ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ചിത്രം വരയ്ക്കേണ്ടി വന്നു. അപ്പം അതിനുവേണ്ടി വരച്ച ചിത്രമാണ്. ശരി. അതിൽ അങ്ങനെ പേര് വിട്ടു, ആത്മാവ് വർണ്ണം തന്നെയാണല്ലേ. അതിലിപ്പോൾ ഈ പേര് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ത് എൻ്റെ പേര്? അല്ല, അതല്ല, ഈ ചിത്രത്തിന്റെ പേര് ഇല്ല, അങ്ങനെ എഴുതിയിട്ടില്ല. എഴുതിയില്ല. പറഞ്ഞു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലായി. പറഞ്ഞു. ചിലർക്ക് മനസ്സിലാവില്ല. അപ്പൊ പറയുന്ന വേണം. പറഞ്ഞ് ചിലർ ദേഷ്യപ്പെട്ട് പോകും. അത് ആ പടം അങ്ങനെ ഉണ്ടായി. അവിടെ നിന്ന് കാണിച്ചു ഞാൻ ഫസ്റ്റ് വരച്ചത് കണ്ടിട്ട് വന്ന എക്സിബിഷൻ വന്ന് എനിക്ക് കുറെ എഴുത്ത് കിട്ടും. അതിപ്പോൾ ഒരു വട്ടം വരയ്ക്കാൻ, ഒരു ഇല വരയ്ക്കാൻ ഞങ്ങൾക്കും വെച്ച് നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞു. അപ്പം മറ്റവൻ എൻ്റെ കൂടുതൽ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊക്കെയാണ് അയാളുടെ ഉദ്ദേശം. അപ്പം തിരിച്ചു വന്നിട്ട് അത് നോക്കി നിൽക്കുക. പിന്നെ എന്നെ കണ്ടിട്ട് വിളിച്ചു, ഇവിടെ വരൂ പറഞ്ഞു. നേരത്തെ പറഞ്ഞ് തെറ്റി, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലർ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ കട്ടൻ വരച്ച് ശരിയായി, അങ്ങനെ വരച്ച ഫോട്ടോ എടുത്താൽ പറയുന്ന ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒടുക്കം ഇവരെന്നെ ആ ഫോട്ടോ പോയി നോക്കും. പിന്നെ അത് കട്ടൻ ഗംഭീരമായിരുന്നു പറഞ്ഞാൽ കട്ടൻ നോക്കി വരുന്ന അർത്ഥം ആണല്ലോ. ആ കട്ടൻ നോക്കിയോണ്ടാണല്ലോ അന്നവർക്ക് കട്ടൻ നന്നായിട്ട് പറയാൻ തോന്നിയത്. അപ്പം നമ്മൾ ഇതന്നെ ഞങ്ങൾക്ക് വേണ്ട അഭിപ്രായം. നിങ്ങളെ ചിത്രം മുഴുവൻ കണ്ടിട്ട് എവിടെയാണോ നമ്മൾ പോയി നിൽക്കുന്നത് അതാണ് ചിത്രത്തിന് ഭംഗി. നന്നായിട്ടുള്ളതിന് അർത്ഥം അതാണ്. അപ്പം അവർ പോയ കട്ടനാണ് ഭംഗി. എങ്ങനെ ചെയ്ത് അങ്ങനെ നല്ല വൃത്തി ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതൊരു സുഖമാണ് കേൾക്കാൻ. പിന്നെ അവർക്കത് മനസ്സിലായല്ലോ, അവരത് ഉൾക്കൊണ്ടെന്നുള്ളതിനുള്ള നല്ലൊരു ഇതുമാണത്. അങ്ങനെ എല്ലാ ചിത്രങ്ങൾക്കും ഉണ്ടാവും ഒരു പ്രത്യേക ഒരു പോയിന്റ്. പോയിട്ട് 4 പ്രാവശ്യം നമ്മൾ മൊത്തം പോയി കഴിഞ്ഞാലും അത് വന്ന് നിൽക്കുന്നത് പ്രത്യേക ഒരു തര സ്ഥലത്ത് പോയി നിൽക്കണം. നമ്മുടെ ദൃഷ്ടി അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ചിത്രം നന്നായി എന്നുള്ള ഒരർത്ഥമാണ് എനിക്ക് പണ്ടുള്ള ആൾക്കാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഞാൻ ശങ്കരമേൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പഠിക്കാൻ. പിന്നെ ഇവിടെ വേലായുധനാചാര്യ തൃശ്ശൂർ രണ്ടാളും അച്ഛൻ വരക്കാരാണ്. പോർട്രേറ്റ് പഠിച്ചത് വേലായുധനാചാര്യ അടുത്ത് തന്നെ ശങ്കരമേനും കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ പ്രത്യേക നിറംകൂട്ടിലും വേലായുധനാചാര്യക്ക് ഒരു പ്രത്യേകം കൂട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ കാണിച്ചത് ഒരു പടം ഉണ്ടോണ്ടിരിക്കുന്നത്. ആ കൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. ഫോറിനേഴ്സിൻ്റെ ഏതാളും പഠിച്ചാന്ന് പറഞ്ഞത് ഒരു വയലറ്റ് ടോൺ അതിൽ അവർ വെക്കുന്നുണ്ട്.
അതിനും തന്നെ ഇപ്പം അതും വരികയാണ് എല്ലാറ്റിനും വരെ ഇത് വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരിക നമുക്ക്. അതെ അതെ. ഒരാളെ അഭിപ്രായം പറഞ്ഞാലേ നമുക്കൊരു വരച്ചതിന് തൃപ്തി വരുള്ളൂ. അതുകൊണ്ട് ചീത്ത പറഞ്ഞാൽ രണ്ടായാലും ശരിയായിട്ടില്ല പറഞ്ഞാലും നമ്മൾ കേൾക്കണം, എന്തുകൊണ്ടായില്ല നമ്മൾ കേൾക്കണം. അല്ലാണ്ട് അതിനെന്താ അതൊക്കെ അറിയില്ല എന്നല്ല വിചാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞ് എവിടെയാണ് നമ്മളെടുത്തത് തെറ്റെന്ന് കണ്ട് നമ്മളത് പറയുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. പിന്നത്തെ പ്രാവശ്യം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ പാട്ട് നമ്മൾ തിരുത്തിയിട്ടായിരിക്കും വരയ്ക്കുക. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു അഭിപ്രായം കിട്ടുന്നത് വരയിൽ കൂടുതൽ നമുക്ക് എന്താണ് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ഞാൻ കാണിച്ചിട്ടാണ് ഈ പടത്തിൻ്റെ ഈ പടം ഞാൻ. നമുക്ക് അനിയൻ മാസ്റ്ററുമായി അല്പനേരം സംസാരിക്കാം, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച്. നമസ്കാരം സർ. നമസ്കാരം. ഇന്നിവിടെ വരുവാനും അങ്ങയെ പരിചയപ്പെടുവാനും അങ്ങയുടെ ചിത്രങ്ങൾ കണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്, അങ്ങയോട് കടപ്പാടുണ്ട്. ശരി, അങ്ങയുടെ ഈ ചിത്രകലാ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയും. ചെറുപ്പത്തിലെ വാസന ഉണ്ടായിരുന്നു ചിത്രം വരയ്ക്കാനുള്ള. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് 8th സ്റ്റാൻഡേർഡ് മുതൽക്കാണ് കൂടുതൽ വരച്ച് തുടങ്ങിയത്. പിന്നെ 10th കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ഓഫ് ആർട്സ് തിരുവനന്തപുരത്ത് പഠിച്ചു. പിന്നെ 2 വർഷം ഡൽഹി, അവിടെ ത്രിവേണി കലാസംഘം, പിന്നെ ഭാരതീയ വിദ്യാഭവനിൽ 2 കൊല്ലം അവിടെ പഠിച്ചു. കൂടുതൽ ഫോക്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പിന്നെ സ്വന്തമായിട്ട് വരയ്ക്കാൻ തുടങ്ങി, വീട്ടിൽ വെച്ചിട്ട് വരയ്ക്കുക. പിന്നെ ഓയിലാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്, അങ്ങനെ ഓയിൽ പെയിൻറ്റ് ജാസ്തി ചെയ്ത് തുടങ്ങി. പെൻസിൽ സ്കെച്ച് ധാരാളം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഓയിലേക്ക് തിരിഞ്ഞപ്പോൾ പിന്നെ കൂടുതലതായി. പിന്നെ അതിൻ്റെയാണ് ആവശ്യക്കാർ വരിക. പോർട്രേറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും അവരാണ് അത് ആവശ്യപ്പെടുക. വരയ്ക്കാനും ലാസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്, മറ്റേ ലാസ്റ്റ് ചെയ്യില്ലെന്നല്ല. പിന്നെ അത് വരച്ചു തുടങ്ങി. അങ്ങനെ കുറേ വരച്ച് കൊടുക്കാറുണ്ട്, ധാരാളം ഫോട്ടോസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് പിന്നാക്കാൻ മാത്രം. ആരൊക്കെ വാങ്ങാറുണ്ട്? ഈ മറ്റ് രാജ്യങ്ങൾ അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് വാങ്ങാറുണ്ട്? അത്ര അധികമൊന്നുമില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പുറമേക്ക് കുറച്ച് ഫോട്ടോകൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരയല്ലാണ്ട് ക്രാഫ്റ്റ് വർക്ക്, വെച്ചുപൊട്ടം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ വരച്ച് തന്നെ മ്യൂറൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കുറച്ച് പുറമേക്ക് അമേരിക്ക, ബാംഗ്ലൂർ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ. ബാംഗ്ലൂർ, പിന്നെ ദുബായ് സൈഡിലേക്കൊക്കെ കുറച്ചെണ്ണൊക്കെ പോയിട്ടുണ്ട്. ദുബായ് അല്ലാണ്ട് വേറെ എവിടേക്കൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെയാണ് പഠിച്ചതെന്നത് പറഞ്ഞു? തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സ്, ഫൈനാൻസ്. അവിടെ എത്ര വർഷമായിരുന്നു ഇതിൻ്റെ കോഴ്സ്? അവിടെ 2 വർഷം ഞാൻ പഠിച്ചിട്ടുള്ളൂ. കോഴ്സ് 5 വർഷമുണ്ട്. 2 വർഷമേ പഠിച്ചുള്ളൂ. 2 വർഷം കഴിഞ്ഞില്ല. അത് ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് നിർത്തി. 2 കൊല്ലം കഴിഞ്ഞാൽ കോഴ്സ്, പിന്നെ 2 കൊല്ലം വേറെ. അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചിത്രകല കുട്ടികളെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെയും ക്ലാസ് നിന്നിരുന്നു. പിന്നെ നാഗലയാതിൽ ക്ലാസ് എടുത്തിരുന്നു ഞാൻ കുറച്ച് കാലം, കോങ്ങാട് കുറച്ച് കൊല്ലം. വേറെ കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ വരയ്ക്കുന്നു. ഇപ്പോൾ അവർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇതിന് എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത് ഈ വരയ്ക്കാൻ? സമയം വരേന്നെ ആവുകൊണ്ട് പിന്നെ വരയ്ക്കണം, നിർബന്ധമായിട്ട് വരയ്ക്കേണ്ടി വന്ന കാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വരയ്ക്കും. പിന്നെ അതൊരു താല്പര്യം കൂടുതലല്ലേ. അല്ലാതെ സമയമൊന്നുമില്ലാതെ പകലും രാത്രിയും ഒക്കെ വരയ്ക്കും? രാത്രി ഇല്ല, ഒരുവിധം പകലും. പിന്നെ രാത്രി നമുക്ക് വൈകുന്നത്ര നേരം ഇരിക്കും. ആദ്യമൊക്കെ മുഴുവൻ സമയം ഇരുന്നിരുന്നു. ഇപ്പം അത്ര ഇരിക്കാറില്ല, കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഈ ചിത്രകല ഇങ്ങനെ ഒരു ആൽബം എന്നുള്ള നിലയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ആൽബങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അധികം. അതെല്ലേ, ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറേ എണ്ണം പോയിട്ടുണ്ടാവും. പിന്നെ വേറെ ചില കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഈ വ്യക്തികളുടെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടോ? ഇപ്പോൾ സാധാരണ വ്യക്തികളുടെ വരച്ചു കൊടുക്കുന്നുണ്ട്, ധാരാളം വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിയുന്നതും ഈ മരിച്ചുപോയ ആൾക്കാരുടെ ചിത്രങ്ങളാണ് ധാരാളം നോക്കുക. വീട്ടിൽ പോയാൽ കുറേ മരിച്ച ആൾക്കാരെ ഫോട്ടോ ആൾക്കാരെ കാണാൻ എല്ലാവരും ഇത്തരം അറിവുണ്ടായിരുന്നു. പിന്നെ ഈ മാസികകൾക്കൊക്കെ വരച്ചു കൊടുക്കാറുണ്ടോ? ഈ മാസികൾക്ക് കുറേ ചെറിയ മാസികകൾക്കൊക്കെ വരച്ചു കൊടുക്കുന്നു. ചെറുതിനൊക്കെ വലിയ പത്രങ്ങളൊക്കെ ഒന്നും വരച്ചിട്ടില്ല. പിന്നെ കവിതാ പുസ്തകങ്ങൾക്ക് അതിനൊക്കെ കുറച്ചൊന്നും വരച്ചു കൊടുക്കും. കവർ പേജും ഉള്ളിലത്തെ പേജൊന്നും ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പിന്നെ എന്തെങ്കിലും
കാര്യങ്ങൾ എന്തെങ്കിലും ഈ ചിത്രകലയുടെ അഭ്യാസവുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, കഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചില ത്യാഗങ്ങളൊക്കെ വേണ്ടി വന്നു? അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആകെ ത്യാഗം ചെയ്യേണ്ട നമ്മൾ പോയി താമസിച്ച് പഠിച്ചു. അവിടെ വേറെ റൂം എടുത്ത് താമസിച്ചു അങ്ങനെ പഠിച്ചു തരും. നമ്മുടെ നാട് അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചിട്ട്. പിന്നെ എൻ്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ പഴയന്നൂർ സുബ്രഹ്മണ്യ, അതെ, പഴയന്നൂർ സുബ്രഹ്മണ്യ അയ്യർ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ അദ്ദേഹം നിർബന്ധം കൊണ്ടാണ് എന്നെ സ്കൂൾ പാഠത്തിൽ ചേർത്തത്. വരയ്ക്കുന്നത് കണ്ടിട്ട് ഇവരാണ് നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. അങ്ങനെ ഒരു ഗുണം കിട്ടി കുറച്ച് വരയ്ക്കുന്നത്. ഈ വരയല്ലാതെ വേറെ എന്തൊക്കെയാണ്? വരയല്ലാതെ ക്രാഫ്റ്റ് വർക്കുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം അങ്ങനത്തെ വേറെ കുറേ എന്തൊക്കെയോ ഓരോ സാധനങ്ങൾ. കൂടാതെ ചെടികൾ കുറച്ച് ഭ്രമമുണ്ടായിരുന്നു. അതിൽ മോൺസായ്മായി ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതന്നെ. പിന്നെ ബാക്കി സമയത്ത് അതിന് സമയം കാണും, വൈകുന്നേരം രാവിലെയൊക്കെ ആയിട്ട്. ബാക്കി സമയമൊക്കെ വരയിൽപ്പെടും. വീട് ഇവിടെ തന്നെയാണല്ലോ? വീട് ശരിക്കും നാട് ഇതല്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ സൈഡിൽ കന്നനം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ ജനനവും വിദ്യാഭ്യാസം അവിടെ കഴിഞ്ഞത്. തറവാട് കൽപ്പകഞ്ചേരി ഹൈസ്കൂളിൽ, കൽപ്പകഞ്ചേരി അവിടെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തും പഠിച്ചത്. അതിനുശേഷം പിന്നെ ചെറുപ്പശ്ശേരി വന്നിട്ട് പിന്നെ അവിടേക്ക് വന്നു. കല്യാണം കഴിച്ചത് ഇവിടെയാണ്. പിന്നെ ഇവിടെ നാടാണ്. ഇവിടെ നാടാണ്, വൈഫിൻ്റെ നാടാണ്. ഒന്നങ്ങോട്ട് നീക്കിക്കോളൂ, ഒന്നങ്ങോട്ട്. ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റേ ഇവിടെ വന്നതാണ്? അതെ, ഇവിടെ വന്നതാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ വെട്ടത്ത് നാടാണ്. വെട്ടത്ത് നാടാണ് അവിടെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ചിത്രകലയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സമയം ഉണ്ടാവും അല്ലേ? കൂടുതൽ സമയം ഇരിക്കാൻ നമുക്ക് ഇപ്പം നേരെ മതിയാവില്ലേ തോന്നിച്ചത്. ഒരാൾ ഒന്നൊരാളാണ് അധികം ഉണ്ടാകുന്നത്. കക്ഷി കഴിയില്ല. ഓയിലാകുമ്പോൾ കുറച്ച് താമസമാണ്. ഇനി പുതിയ ടെക്നിക്കുകൾ പോലെ വന്നുകൊണ്ട് അത് എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പുതിയ ഓയിലൊക്കെ പിന്നാക്കം വന്നതെന്ന് തോന്നുന്നു. അതിലേക്ക് പറഞ്ഞാൽ പെയിൻറ്റ് വന്നതിന് ശേഷം ഓയിൽ പെയിൻറ്റ് കുറച്ച് പിന്നാക്കാണ് കാരണം അത് കുറച്ച് ഫാസ്റ്റായിട്ട് ഉണങ്ങി. ഇത് കുറച്ച് താമസമാണ്. അങ്ങനെ കുറേ വ്യത്യാസമുണ്ട്. വീട്ടിൽ ഇവിടെ ഇപ്പോൾ ഞാൻ വൈഫ് തന്നെയാണ്. പിന്നെ വൈഫിൻ്റെ വീട്ടുകാർ അധികം ഉള്ളത്. എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ കുറഞ്ഞു ആൾക്കാരില്ല. അമ്മ, അച്ഛനൊക്കെ അവർക്ക് ആദ്യം എല്ലാവരും സഹോദരൻ, അനിയത്തിയുണ്ട്. പിന്നെ ഒരു ഏട്ടനും ഒരു എഴുത്തിയുണ്ട്. അവർ രണ്ടാളും പോയി. ഇപ്പോൾ ഞാനും അനിയത്തിയും പിന്നെ എഴുത്തിൻ്റെ മക്കളുടെ മക്കൾ, അനിയത്തിയുടെ മക്കൾ അവരെന്നെ ഉണ്ട്. എൻ്റെ തറവാടായിട്ടുള്ളതായിട്ടുള്ളത് അവരൊക്കെ അവിടെയാണ്. ഇല്ല, അവിടെ ആരും ഇല്ല. ഇപ്പോൾ നാട്ടിൽ അവിടെ പോകുന്നു. അവരെവിടെയാണ്? അവരൊക്കെ ബോംബെയിൽ, പാലക്കാടുണ്ട്. ചില ബോംബെയിൽ അങ്ങനെ കേട്ടു. അങ്ങനത്തൊന്നുമില്ല. അപ്പോൾ ഈ കുടുംബകാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗമാണ്. എന്തായാലും ഈ വരകൾ വളരെ മനോഹരം. എനിക്ക് ചിത്രകലയെക്കുറിച്ചും കാര്യമായിട്ടൊന്നും അറിയില്ല. എങ്കിലും കുറേ ചിത്രങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡ്രോയിങ് മാസ്റ്റർ രാമരൻ പറഞ്ഞു. അറിയോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചിത്രകലയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ചില പരിചയങ്ങളെന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാണാൻ അങ്ങനെ പരിചയപ്പെടാനും ഈ ചിത്രങ്ങളൊക്കെ കാണാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരു വായന ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ബുക്സ് ധാരാളം ഉണ്ടായിരുന്നു. നിർബന്ധിച്ച് വായിക്കുകയും ചെയ്തിരുന്നു അച്ഛനൊക്കെ. എൻ്റെ പുസ്തകങ്ങൾ, നോവൽസും പിന്നെ ബാക്കിയുള്ള നല്ല ബുക്കുകളുണ്ടല്ലോ, വീക്കുകൾ നല്ലിരിക്കുന്നതിൽ ധാരാളം വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടും. പുരാണങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ട്. അത് കിട്ടിയതെല്ലാം ഇതെല്ലാം പിന്നെ മന്ത്രപുസ്തകങ്ങൾ അങ്ങനെ കൂടെ. ഭാഗവതം വായിക്കും, രാമായണം വായിക്കും, എല്ലാ മാസം വായിക്കുന്നുണ്ട്. ചില അമ്പലങ്ങൾ വായിച്ചിട്ടുണ്ട്. ചില മാസം കുറേ അങ്ങനെ ഒരുവിധ പുരാണങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നാൽ അത് അബദ്ധമായി പോകുന്നുണ്ട് നമ്മൾ പറയുന്നത്. അല്ല, നമ്മൾ ആദ്യം പോയിരുന്നു. അതിനാണ് പരിചയമായത്. അന്നാണ് പരിചയപ്പെട്ടത്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു ദിവസം വരാൻ പറഞ്ഞു. പക്ഷേ ഇതുവരെ സമയം കിട്ടാത്തതുകൊണ്ട് ലാഗിയാണ്. അവിടെ കഴിഞ്ഞ വരെ പോയി. ഇനി എന്താ വേണം അങ്ങനെ ചെയ്യാം.
ശിവന്റെ എന്താ അറിയില്ല. ശരി, അങ്ങയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം നന്ദി. വീഡിയോ ആയിരിക്കും, ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ ഫോട്ടോ ശരിയാവില്ല. അതെ, യെസ്. ഇവരുടെ പേരെന്താ പറഞ്ഞു? രുക്മിണി. യെസ്, ഓക്കെ. കുട്ടിയുടെ പേര് എന്തോന്നു? പവിത്ര. ശരി, അപ്പോൾ ഇത് വീഡിയോയിൽ വരും കേട്ടോ. ഇതൊക്കെ അഭ്യർത്ഥിതോ ഭീഷ്മമുഖൈ മുകുന്ദ സംഭാവ്യതാൻ സാധനമാത്മദൃഷ്ടി സംപ്രേക്ഷ ജൈവം ധൃതരാഷ്ട്രമൂലം